ഇക്കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ UPI ഇടപാടുകൾ തടസ്സപ്പെട്ടേക്കാം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇനി മുതൽ UPI ട്രാൻസാക്ഷൻ ഐഡിയിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ പാടില്ലെന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. UPI ട്രാൻസാക്ഷൻ ഐഡിയിൽ പുതിയ ചട്ടം അനുസരിച്ച് സ്പെഷ്യൽ ക്യാരക്ടറുകൾ ഉണ്ടെങ്കിൽ ഫെബ്രുവരി 1 മുതൽ ഇത്തരം ഐഡികളിൽ നിന്നുള്ള ഇടപാടുകൾ റദ്ദാക്കുമെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരം ഇടപാടുകൾ കേന്ദ്ര സംവിധാനം സ്വമേധയാ തള്ളുന്ന തരത്തിലാണ് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നതെന്നും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു. UPI ട്രാൻസാക്ഷൻ ഐഡികൾ സൃഷ്ടിക്കുന്ന പ്രക്രിയയെ നിലവാരമുള്ളതാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് ആൽഫ ന്യൂമറിക് ക്യാരക്ടറുകൾ മാത്രമാണ് ട്രാൻസാക്ഷൻ ഐഡികൾക്കെന്ന് ഉറപ്പാക്കണം. അടുത്ത മാസം മുതൽ നിയന്ത്രണം കർശനമായി നടപ്പിലാക്കാനാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ തീരുമാനം. 2024 മാർച്ച് 28-നാണ് UPI സേവനദാതാക്കളോട് UPI ട്രാൻസാക്ഷൻ ഐഡി സൃഷ്ടിക്കുന്നതിന് ആൽഫ ന്യൂമറിക് ക്യാരക്ടറുകൾ മാത്രം ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചത്. UPI ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് നിർദ്ദേശം നൽകിയതെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്.